കൊല്ലത്ത് മദ്യപിച്ച് വാഹനമോടിച്ച് ടൂറിസ്റ്റ് ബസ് ഡ്രൈവറുടെ അഭ്യാസം. കൊല്ലത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോയ ബസിന്റെ ഡ്രൈവറാണ് മദ്യപിച്ച് ബസ് ഓടിച്ചത്. ഡ്രൈവർ അബ്ദുൾ അസീസിനെ തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവിടെ നിന്നുള്ളൊരു പ്രതികരണം ആദ്യം കാണാം. ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് തെങ്കാശി വരെ വന്നതാണ്. തെങ്കാശിയിൽ നമ്മൾ ആര്യങ്കാവിനും തെന്മലയ്ക്കും ഇടയ്ക്ക് വെച്ച് നമ്മൾ ഈ വാഹനം വിട്ട് കയറി വരുന്ന കണ്ടായിരുന്നു. റോങ് സൈഡിൽ വണ്ടി വരുന്ന കണ്ടുകൊണ്ട് നമ്മൾ മാക്സിമം വെട്ടി നമ്മൾ റോഡിന് വെളിയിലാക്കി. ഒതുക്കി നിർത്തി വണ്ടി നിർത്തി വെച്ചു. ഇവന്മാർ വളവ് വീശി വന്ന് നമ്മളെ മൊത്തത്തിൽ ചേർത്ത് വെച്ച് ഉരച്ചിട്ട് ഇവൻ തലയെടുത്ത് വെളിയിലിട്ട് നോക്കിയിട്ട് ഇവൻ വണ്ടി വിട്ടേ കളഞ്ഞു. അത്രയും കയറ്റമായിട്ട് ഇവൻ ഫസ്റ്റ് ഗിയർ തന്നെ കൊളുത്തിയ വണ്ടി അറിഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ നിർത്തി നമ്മൾ ഇതിൻ്റെ പുറകെ പോയി. ജംഗ്ഷൻ ഇടത്ത് ഇവന്മാരെ തടഞ്ഞു നിർത്തി. ഇവന്മാരെ കണ്ട് ഇവിടെ വെളിയിറങ്ങി ഇവനോട് ചോദിച്ചപ്പോൾ ഇവനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. വെളിയിറങ്ങി ഇവനെ നോക്കുന്ന സമയത്ത് ഇവനെ ഊതിക്കാൻ പറഞ്ഞു. ഊതിക്കുന്ന സമയത്ത് ഇവൻ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. കാല് പോലും നിലത്തുറയ്ക്കുന്നില്ല. സ്റ്റുഡൻസ് ഉൾപ്പെടെ 19 പേരെയും കൊണ്ട് പോകുന്ന ബസ്സാണ്. അത് ഇവിടുന്ന് ചെന്നൈക്ക് പോകുന്ന ബസ്സാണ്. ഇത്ര ആൾക്കാരെയും നിർത്തിക്കൊണ്ടാണ് ഇവൻ ഈ പരിപാടിയും കാണിച്ചതിലെ വണ്ടി ഓടിക്കുന്നത്. ഒരു നിയമ നടപടിയില്ല, ഒന്നുമില്ല. കൊല്ലത്ത് നിന്നും സൂര്യഗായത്രിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സൂര്യഗായത്രി, നിലവിൽ ഈ ബസ് പിന്നീട് യാത്ര പുനരാരംഭിച്ചിട്ടുണ്ടോ? അതിലെ യാത്രക്കാരൊക്കെ വഴിയിൽ കുടുങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു, നേരത്തെ വാർത്തകൾ തന്നിരുന്നു സൂര്യഗായത്രി. ഇപ്പോൾ അതിൽ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളൊപ്പം തന്നെ ഈ മദ്യപിച്ച് ബസ് ഓടിച്ച ഈ ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? വകുപ്പുകൾ എന്താണ്? പ്രജിൻ, ഈ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മദ്യപിച്ചതിലടക്കമുള്ള കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തി വരികയാണ്. യാത്രക്കാരെ പുറത്തിറക്കി നിർത്തുകയും പുതിയ ഡ്രൈവർ വന്നതിന് ശേഷം മാത്രമേ യാത്ര ആരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്നും ആണ് പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ അങ്ങനെ പുതിയ ഡ്രൈവർ വന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അപകടകരമായിട്ട് ഉള്ള രീതിയിലാണ് ഇയാൾ ബസ് ഓടിച്ചത് എന്നുള്ളതാണ് ബസ്സിനകത്തുണ്ടായിരുന്നവരും അതുപോലെ തന്നെ ഈ അപകടം ഏറ്റ കാറിന്റെ ഡ്രൈവറും സഞ്ചാരികളും ഒക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നത്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ചാണ് ഈ ബസ് ഇടിച്ചത്. തുടർന്ന് ഈ കാർ ഡ്രൈവറാണ് ബസ് ഓവർടേക്ക് ചെയ്ത് നിർത്തിച്ചതും. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. തുടർന്ന് യാത്രക്കാർ ഉൾപ്പെടെ തങ്ങൾ പേടിച്ചാണ് വണ്ടിക്കകത്തിരുന്നത് എന്നുള്ളത് പറയുന്നു. അതേ തുടർന്നാണ് പിന്നീട് സ്ഥലത്ത് പോലീസ് എത്തുകയും കൂടുതൽ പരിശോധനകളും നടപടികളും ഒക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. വെട്രി ട്രാവൽസിന്റെ ഡ്രൈവർ അബ്ദുൾ അസീസാണ് മദ്യപിച്ച ഇത്തരത്തിൽ വാഹനം ഓടിച്ചത്. എന്തായാലും നിലവിൽ യാത്ര ആരംഭിച്ചു ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 19-ലധികം പേർ ഈ ബസ്സിനകത്തുണ്ടായിരുന്നു. കുട്ടികളടക്കം വിദ്യാർത്ഥികളടക്കം ഈ ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഈ വലിയ ചരക്ക് ലോറികൾ ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് തെന്മല റൂട്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു അശ്രദ്ധ തന്നെ വലിയ അപകടം വരുത്തി വെച്ചേക്കാവുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അത്തരത്തിലുള്ള വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. അത് തന്നെയാണ്, ഇങ്ങനെ കാൽ നിലത്തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഡ്രൈവർ എങ്ങനെ ഇത്ര അപകടമൊന്നും ഇല്ലാതെ അവിടം വരെ ബസ് ഓടിച്ചെത്തി എന്നുള്ളതാണ്. അതിൽ നേരത്തെ ആ ദൃക്സാക്ഷി പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആ ബസ് വരുന്നത് കണ്ട് പൂർണ്ണമായും അവരുടെ വാഹനം റോഡിൽ നിന്ന് മാറ്റിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നാണ് ആ ദൃക്സാക്ഷിയും ഒക്കെ വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ അവിടെ യാത്ര പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ മദ്യപിച്ചെത്തിയ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയുമാണ്. സൂര്യഗായത്രിയാണ് കൊല്ലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.